ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക നല്ല സ്റ്റൈലായിട്ട്. അപ്പോൾ പാചകക്കാരനോട്, അതെ ഇന്ന് താൻ ചിക്കൻ കറി വെക്കാൻ എന്നെ സഹായിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അത് കേട്ടതും ശരി സാറേ, ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ വേണ്ട സാറേ, ഞാൻ വെച്ച് തരാം, എന്നിട്ട് സാറ് വെച്ചതാണെന്ന് വൈഫിനോട് പറഞ്ഞാൽ പോരെ. അതൊന്നും വേണ്ട, അതെ അവൾ വലിയ CID ചിലപ്പോൾ കണ്ടുപിടിക്കും, അതുകൊണ്ട് ഞാൻ വെച്ചോളാം, താൻ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഇനി എന്ത് ചെയ്യണം പറ. ആദ്യം എണ്ണ ഒഴിക്കണം സാറേ, എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് ചിക്കൻ കറി വെക്കാനാ, കടുകൊക്കെ പൊട്ടിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് കടുകെടുത്ത് എണ്ണ ചൂടാവുന്നതിന് മുമ്പേ അതിലോട്ട് ഇടുക. അയ്യോ സാറേ, എണ്ണ ചൂടായിട്ട് വേണം കടുകിടാൻ, കടുക് പൊട്ടില്ല സാറേ. താനേ എന്നെ പഠിപ്പിക്കണ്ട, കടുക് പൊട്ടിക്കാനേ ഞാൻ മിടുക്കൻ. കടുക് പൊട്ടിക്കാൻ ഞാൻ MBBS എടുത്തതാ എന്നൊക്കെ പറയാം. കടുക് പൊട്ടിക്കാൻ MBBS എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പാചകക്കാരനിങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ഇടുക. അപ്പോൾ സാറേ കരിയുന്നു, ശരി ഇനി സവാള എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് സവാള ഇട്ടു. സവാള ഇട്ട് കഴിഞ്ഞതും കടുകും പൊട്ടിയില്ല, കറിവേപ്പിലയും മുരിഞ്ഞില്ല, സവാള ഇട്ടു. അത് വഴണ്ടണ കാര്യം പറയുമ്പോഴത്തേക്കും അയാൾ, ഇനി പേസ്റ്റ് ഇടും സാറേ. യു മീൻ ടൂത്ത് പേസ്റ്റ് എന്നും ഗോവിന്ദൻ്റെ ചോദ്യം. അത് കേട്ടതും പുറകിൽ നിന്ന ഗീതു ഭയങ്കര ചിരിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ട് വന്നു. കണ്ണേട്ടാ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന കാര്യമാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഓ, അത് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെന്ന്. അല്ലെങ്കിലും ഒരു ചിക്കൻ കറിയിൽ കൊണ്ട് ടൂത്ത് പേസ്റ്റ് ഇടുമെന്ന് വിചാരിക്കാനുള്ള ബുദ്ധിക്കുറവൊന്നും എനിക്കില്ല, മനസ്സിലായാലോ? ശരി, എന്നാൽ പിന്നെ ഉണ്ടാക്ക്, ഇനിയും ഉണ്ടാക്ക്. അതെ, എന്തോ നന്നായിട്ട് കരിയുന്നുണ്ടല്ലോ. അതെ, നമ്മുടെയൊക്കെ കുടല വിശന്നിട്ട് കരിയുന്നതായിരിക്കും. കുടലല്ല സാറേ, സവാളയാണ് കരിയുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ സവാള കരിഞ്ഞത് തിന്നേണ്ടി വരും. ഞാൻ ഇളക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ അടുത്തത് കുറേ ഉപ്പാണെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് വാരി ഇടുക. എൻ്റെ സാറേ, അത് സോഡാപ്പൊടിയാണ്. അത് കേട്ടതും, അതെ ഇത് പുതിയ തരം മോഡൽ ചിക്കനാണ്, എനിക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ഞാനുണ്ടാക്കുന്ന ചിക്കനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അപ്പം മനസ്സിലാവും. എടോ താൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഒന്ന് അപ്പുറത്തോട്ട് പോയേ എന്നും പറഞ്ഞ് ആ പാചകക്കാരനെ ഓടിച്ചു വിടുക. പാചകടി കേട്ടിട്ടെ ഈ സമയം അയാൾ പോയി കഴിഞ്ഞതും ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ മസാലപ്പൊടികൾ ഇങ്ങനെ കൊട്ടി കമത്തി ഇടുക ചിക്കൻ കറിയിൽ, കളർഫുള്ളായ ചിക്കൻ കറി. അപ്പോൾ ഗീതുവിനോട് ഉപ്പ് വെക്കാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു, ഇപ്പം നോക്കണോ കണ്ണേട്ടാ, നോക്കണം പിടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗീതു അത് വായിൽ വെച്ചു. എങ്ങനെയുണ്ട്, ഉപ്പിത്തിരി കൂടുതലാണെങ്കിലും എരിവ് കൂടിപ്പോയതുകൊണ്ട് പുളിക്ക് ഒട്ടും കുറവില്ല. അത് കേട്ടതും, അതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കാൻ തരാത്തത്. നീ എന്നെ കുറ്റം പറയുകയാണല്ലേ എൻ്റെ കണ്ണേട്ട. അല്ല, നീ പോയിക്കോ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ ഓടിച്ചു വിടുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ്, അത്രയ്ക്ക് ടേസ്റ്റ് കുറവാണോ, എന്നാ ഒന്ന് നോക്കട്ടെ. അവൾ എന്താ പറഞ്ഞാൽ ഉപ്പും പുളിയും എരിവും കൂടിയെന്ന്, ഞാനൊന്ന് നോക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇത്തിരി എടുത്ത് വായിൽ വെച്ച് നോക്കുക. എൻ്റെ അമ്മോ, ഒടുക്കത്തെ എരിവായി പോയല്ലോ, പുളിയും കൂടി ഉപ്പും കൂടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ ഗോവിന്ദനോടാ കളി, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഇരുന്ന് ചിക്കൻ മസാല എടുത്ത് വാരി ഇടുക. ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയാണെങ്കിലോ ഇഷ്ടം പോലെ ഇട്ടു. കളർഫുള്ള് ചിക്കൻ കറി. ഇന്ന് ഈ ചിക്കൻ കറി തിന്ന് എൻ്റെ മോള് ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കറി ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുക. ഈ സമയം പാചകക്കാരനോട്, ചേട്ടൻ പോയി പാചകം ചെയ്യും, കണ്ണേട്ടൻ പാചകം ചെയ്യാൻ തുടങ്ങിയ ഇന്ന് പട്ടിണിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ചേട്ടനൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ പോയി പാചകം ചെയ്യും. ഞാനെങ്ങനെ അടുക്കളയിലേക്ക് പോകാനാ, സാർ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ മാഡം. അത് കേട്ടതും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക മാഡം, ഒരു കാര്യം ചെയ്യും, സാറിന് എന്തെങ്കിലും പറഞ്ഞ് പുറത്തിറക്കാൻ നോക്ക്. അങ്ങനെ സാറ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ പോയി പാചകം ചെയ്യാം, എന്നിട്ട് സാറ് ചെയ്തതാണെന്ന് പറഞ്ഞെടുത്ത് തന്നാൽ മതിയല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് ഗോവിന്ദനോട്, കണ്ണേട്ടാ എനിക്ക് നല്ല മൂഡില്ല അടുക്കളയിൽ നിൽക്കാൻ, നമുക്കൊട്ട് ഡാൻസ് കളിച്ചാലോ? ഡാൻസ് കളിക്കാനോ? നീ എന്താ ഗീതു പറയുന്നേ? വയറ്റിൽ നമ്മുടെ മോളെ വെച്ചുകൊണ്ടാണോ ഡാൻസ് കളിക്കുന്നത്? അത് ശരിയാവില്ല, എൻ്റെ മോക്കത് വലിയ സങ്കടമാവും. ഡാൻസ് ഒന്നും കളിക്കണ്ട എൻ്റെ കണ്ണേട്ടാ, നിങ്ങൾക്ക് ഈ പ്രഗ്നൻസിനെ കുറിച്ച് എന്തറിയാം? അതെ, പ്രഗ്നൻസി ടൈമിൽ ഡാൻസ് കളിച്ചാൽ അത് കുഞ്ഞിന് നല്ല സന്തോഷത്തോടെ ഒരു എൻജോയ്മെൻ്റാണ്. ഞാൻ ഡാൻസ് കളിച്ചാൽ നമ്മുടെ കുഞ്ഞും വയറ്റിൽ കിടന്ന് ഡാൻസ് കളിക്കും, ഞാൻ കിടന്നുറങ്ങിയാൽ കുഞ്ഞും ഉറങ്ങും, ഞാൻ പാട്ട് പാടിയാൽ കുഞ്ഞും പാടും, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ കുഞ്ഞിന് പകർന്നു കിട്ടും. അവൾ നല്ലൊരു ഡാൻസറും നല്ലൊരു പാട്ടുകാരിയും ഒക്കെ ആവണമെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മമ്മയുടെ ഒരിത് കിട്ടാതിരിക്കില്ല,
കാരണം അമ്മമ്മയുടെ ഇതെന്ന് പറഞ്ഞാൽ പാട്ടല്ലേ, ആ കഴിവ് അവൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വക ഒരു ഡാൻസും കൂടെ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞു. സമയം ഗീതു എത്ര പറഞ്ഞിട്ടും ഗോവിന്ദൻ കേൾക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കണ്ണേട്ടം വരില്ല എന്നും പറഞ്ഞ് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് ഗീതു ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് എന്നാൽ പിന്നെ ഞാനും വരാൻ ഡാൻസ് കളിക്കാൻ, എന്നാൽ വാ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ഗോവിന്ദനെ ഗീതുവിനെ മാറി മാറി വിളിക്കുക. ഗീതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഗോവിന്ദനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഈശ്വര, അവർ തക്കലിലേക്കാണ് പോയിരിക്കുന്നത്. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി ഫോൺ എടുത്ത് രഞ്ജുവിനെ വിളിക്കുക. ഹലോ ഹലോ അമ്മേ, എന്താ അമ്മേ? മോളെ, ഗീതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഗോവിന്ദനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അവരെവിടെയാ മോളെ? അവരെ വിളിച്ചാൽ ഇപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ലമ്മേ. അവർ ഈ സ്റ്റേറ്റ് കടന്ന് പോയിന്ന് തോന്നുന്നത്. സ്റ്റേറ്റ് കടന്നു പോയോ? അല്ല, ഈ ജില്ല വിട്ട് ജില്ല കടന്നു പോയിന്ന് തോന്നുന്നത്. എങ്ങോട്ട്? അത് പിന്നെ തക്കലയിലേക്കാ. തക്കലയോ? അല്ല, ചെന്നൈയിലേക്കെന്നാണ് പറഞ്ഞത്. ചെന്നൈയിലേക്കോ? അതെ, ചെന്നൈ പോയി എന്തോ ബിസിനസ് മീറ്റിംഗ് ചെയ്യണമെന്നും പറഞ്ഞാൽ പോയത്. ബിസിനസ് ടൂറൊന്നും അല്ലമ്മേ, ഇതേ അവർ ഹണിമൂൺ ട്രിപ്പ് പോലെ പോയതാ. രണ്ടെണ്ണത്തിനും കൂടെ ഒറ്റയ്ക്ക് കറങ്ങാനൊരു മോഹം. ആ മോഹം കൊണ്ട് രണ്ടും കൂടെ കറങ്ങാൻ പോയിരിക്കും അമ്മേ. ഞാനീ കേൾക്കുന്നത് സത്യോടെ പോലെ? അതെ അമ്മേ, സത്യ. അവർ പോയതാ. അവർ പോയപ്പോൾ മുതലേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്തൊക്കെയായിരുന്നു, ബിസിനസ് ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞ് രാധികമ്മ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ ഒരു കാട്ടായം, അതൊക്കെ ഒന്ന് അമ്മ കാണണമായിരുന്നു. എന്തായാലും രണ്ടെണ്ണം കൂടെ ഓള് കള്ളം പറഞ്ഞ് പോയിരിക്കോ പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വിജയലക്ഷ്മിക്ക് ആകെ പേടിയായി. അല്ല മോളെ, അവരെപ്പോഴും ഇങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്തേ? അത് സത്യദാസ് അങ്കിളിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന സമയം, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യാണ്ട് ഫോണും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഹലോ ഹലോ അമ്മേ, ഹലോ ഹലോ അമ്മേ, അമ്മേ അമ്മ, ഞാൻ രഞ്ജു, ഹലോ അമ്മേ. പക്ഷേ രഞ്ജു എത്ര വിളിച്ചിട്ടും നമ്മുടെ വിജയലക്ഷ്മി കേട്ടില്ല. എൻ്റെ ദേവി, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവനപ്പോൾ പോയത് തക്കലയിലേക്ക് തന്നെയാണ്. തക്കലയിലേക്ക് പോയി അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മാധവേട്ടനല്ലാതെ ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവനറിയും. അങ്ങനെ അത് അവൻ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ രഞ്ജു എൻ്റെ മകളല്ല എന്നുള്ള സത്യവും അവനറിയും. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നീയായിട്ടാണ് അവളെ തന്നത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല, സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക. ദേവി, എൻ്റെ മോളെ രക്ഷിക്കണം. എൻ്റെ രഞ്ജു ഒരു പാവ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അനാർക്കലിയുടെ മകളാണെങ്കിലും അവൾ ഒരിക്കലും ഒരു പാപിയല്ല. അവളൊരു പാവമാണ് ദേവി, പാവ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുക. എനിക്കൊരവസരം തരണം. എൻ്റെ ഗീതുമോളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ളൊരവസരം എനിക്ക് പറ്റുന്നില്ല ദേവി. കണ്ണൊക്കെ ഇരുട്ടാവുന്നത് പോലെ, എല്ലാം മാഞ്ഞു കാണുന്നത് പോലെ നിന്നെ പോലും കാണാൻ കഴിയുന്നില്ല ഈശ്വര. എനിക്ക് പറയാനുള്ള അവസരം തരണം. എൻ്റെ ഗീതുവിനോട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ സത്യങ്ങളും എനിക്ക് തുറന്നു പറയണം എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്തമർത്തി പിടിച്ച് വിജയലക്ഷ്മി അവിടെ പതുക്കെയിരുന്നു. ഇരുന്ന് കഴിഞ്ഞതും വിജയലക്ഷ്മിക്ക് നെഞ്ചുവേദന കൂടി. എനിക്കറിയണം, എനിക്ക് പറയണം, എൻ്റെ ഗീതുവിനോടെല്ലാം പറയണം, എല്ലാം തുറന്നു പറയണം. എൻ്റെ ദേവി, ഒരേ ഒരു അവസരം നീ എനിക്ക് വേണ്ടിത്താ. എന്നെ ഇപ്പം അങ്ങോട്ട് എടുത്താ. എൻ്റെ ഗീതുമോള് ഒന്നും അറിയില്ല, അവളെല്ലാം അറിഞ്ഞിട്ട് വേണം എന്നെ നീ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അതെ, വിജയലക്ഷ്മി ബോധം കെട്ട് വീണു. ഈ സമയം പിന്നീട് രേഖയാണ് കാണിക്കുന്നത്. രേഖയ്ക്കാണെങ്കിൽ വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല, നല്ല വേദനയുണ്ട് പ്രിയേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചേച്ചി, ഇങ്ങനെ പിടിച്ചിരിക്കാതെ ഹോസ്പിറ്റലിൽ പോവാം, വാ എഴുന്നേക്ക്. വേണ്ട, ഹോസ്പിറ്റലിൽ പോകാനുള്ള പ്രശ്നമൊന്നുമില്ല, വളരെ കുറച്ച് ഞാൻ സഹിച്ചോളാം, കുഴപ്പമില്ല. വേണ്ട, ചേച്ചിയുടെ മുഖം കാണുമ്പോൾ അറിയാം വേദന കൂടുതലാണെന്ന്. എങ്ങനെ വേദന ഇല്ലാതിരിക്കും എന്നും രാധിക. അത് കേട്ടതും നമ്മുടെ രേഖയും രഞ്ജുവും രേഖയും കാഞ്ചനയും പ്രിയയും തുറച്ചു നോക്കുമോ രാധികയെ. ഗീതു രാവിലെ ഉണ്ടാക്കി വെച്ച് പൊതിഞ്ഞ് കെട്ടി കുഴച്ച് വെച്ച ചോറെല്ലാം കൂടെ 2 മണിക്കിരുന്ന് തിന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, വേണ്ട ഗ്യാസ് കയറുമെന്ന്. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? മൂത്തവർ പറയുന്നതേ ഇത്തിരിയെങ്കിലും അനുസരണയോടെ കേൾക്കണം. അല്ലെങ്കിലും ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് അനുസരണയെന്ന് പറഞ്ഞാൽ തീരെ ഇല്ലല്ലോ. അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. അറിയാത്ത പിള്ള ചൊറിയും പറയും. ചോറൊക്കെ വെട്ടി വിഴുങ്ങി തിന്നപ്പോൾ ആലോചിക്കണമായിരുന്നു ഇതുപോലെയുള്ള ഗ്യാസൊക്കെ വയറ്റിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പം മനസ്സിലായല്ലോ, ഇപ്പം നീ പഠിച്ചല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഗീതു ഉണ്ടാക്കി വെച്ചത് ഇവൾക്കൊക്കെ
അമൃതും ഞാനും ഉണ്ടാക്കി വെച്ചത് വിഷവും. ദേ അധികമായാലേ അമൃതും വിഷം തന്നെയാ. അതുകൊണ്ട് ദേ ഞാൻ പറയുന്നത് കേൾക്കാതെ ഓരോന്നും ചെയ്ത ഇതല്ല, ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്തെങ്കിലും ഇങ്ങനെയൊന്നും സംസാരിക്കാതിരുന്നൂടെ? അമ്മയ്ക്ക് എന്താ? ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി അയാളോട് സംസാരിക്കുക. ചേച്ചി വയ്യാതിരിക്കുമല്ലേ, ആ സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ ചേച്ചിയെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അമ്മ ഒരു കാര്യം ചെയ്, വരുണേട്ടനെ വിളിച്ച് കാര്യം പറ. അത് കേട്ടതും പിന്നെ ഞാനൊന്നുമില്ല അവനെ വിളിക്കാൻ. ഒന്ന് വിളിക്കമ്മേ, വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ എന്നും പറയാ. ശരി ശരി വിളിക്കാം. ഹലോ എടാ മോനെ വരണേ, രേഖയ്ക്ക് തീരെ വയ്യടാ. അമ്മേ ഇതൊരു പറ്റിയ അവസരമാണ്. രേഖയോടുള്ള എൻ്റെ ഇഷ്ടം ആത്മാർത്ഥമാണെന്നും രേഖയ്ക്ക് മുൻപിൽ തെളിയിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ വക ഒരു സ്നേഹമായിട്ട് രേഖ കണ്ടോട്ടെ. അതുകൊണ്ട് അമ്മ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകണം. എടാ മോനെ വരുണേ, നിൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ട് നീ തന്നെ അവളോട് പറ, അവൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക പറയാം. അത് കേട്ടത് ശരി ശരി കൊടുക്ക്. ഹലോ വരണേട്ടാ, എന്താ മോളെ ഇത്? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ? നമ്മുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ട്. ആ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. നിനക്ക് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വരണേട്ടാ, ഞാനിപ്പോൾ ഓക്കെയാണ്. നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കറിയാം നിനക്ക് തീരെ വയ്യാന്ന്. എത്രയും പെട്ടെന്ന് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോ, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. വേണ്ട വരണേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെയാ, ശരിയായിക്കോളും. ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നാളെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് മോളൂ, ഇല്ലെങ്കിൽ ഞാൻ വരാതിരിക്കോ? ഞാൻ വന്നായിരുന്നു, എന്ത് ചെയ്യാനാ, അത്രയ്ക്ക് തിരക്കായിപ്പോയി മോളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഈശ്വര എനിക്ക് കുഴപ്പമൊന്നുമില്ല വരണേട്ടാ. അത് പറഞ്ഞാൽ പറ്റില്ല, മോള് ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ കട്ട് ചെയ്യും. എന്നാൽ ശരി ഞാൻ പോവാം. ഇപ്പോഴാ ശ്വാസമൊന്ന് നേരെ വീണത്. എന്തായാലും നീ ഇങ്ങനെയൊക്കെ കോപ്രായം കാണിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വരുണോരെന്ന് പറയുന്നത്. നീ സമ്മതിച്ചല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം രാധിക അവൻ്റെ ഇഷ്ടം കിട്ടുമെന്ന് വിചാരിച്ച് ഇവൾ ഒരുപാട് നിന്ന് തുള്ളുന്നുണ്ട്. എടി രേഖേ, നിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും രഞ്ജു ഓടി വരിക. അതെ പ്രിയ, அப்போ காஞ்சனா, என்ன ரெஞ்சு பாப்பா, இந்த ரேகா பாப்பாவை பாரு, வயத்தில் ஒரு குഞ്ഞി பாப்பா இருக்குது, എന്നിട്ടും சாப்பிட மாட்டேங்குது. പച്ച തണ്ണി കൂടെ കുടിച്ചാ എന്നാ ആകും തെരിയില്ല കടവുളേ എന്നും പറഞ്ഞ് കാഞ്ചനിരിക്കുക. ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേർക്കൊക്കെ ഭാര്യമാരെന്ന് വെച്ചാൽ ജീവനാ. അവരുടെ കൂടെ നിൽക്കുന്ന അമ്മമാരുടെ കാര്യമാണ് കഷ്ടം. ഇനി പച്ചവെള്ളം എങ്ങാനും തരുമോ ആവോ? മാമിക്ക് പച്ചത്തണ്ണി ഞാൻ തരേ മാമി എന്നും കാഞ്ചന ഒന്നും മിണ്ടായിരിടി എന്നും പറഞ്ഞ് കാഞ്ചനെ ഓടിക്കുവോ രാധിക. അപ്പോഴേക്ക് രഞ്ജു, അതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വലിയ ശബ്ദത്തോടെ അമ്മ ഫോണ് കട്ട് ചെയ്തു. ഞാൻ കുറേ വിളിച്ചു, അമ്മ കേട്ടില്ല. എനിക്ക് പേടിയാവുന്നു. ഒന്ന് ചെമ്പകശ്ശേരിയിൽ വരെ പോകാൻ പറ്റുമോ? എന്നെ ഒന്ന് കൊണ്ടുപോയി വിടുമോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാ, രാത്രിയല്ലേ, അതുകൊണ്ടാണ്. അത് കേട്ടതും ചെമ്പകശ്ശേരിയിലേക്കൊന്നും ഇവിടെ നിന്ന് ആരും പോകുന്നില്ല എന്നും രാധിക. അത് കേട്ടതും അതെന്താ അമ്മ അങ്ങനെ? അമ്മ രേഖേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവല്ലേ, ആ വഴിക്ക് എന്നെയും രഞ്ജുനെയും അമ്മ ചെമ്പകശ്ശേരിയിൽ ഇറക്ക്, ഞങ്ങൾ പോയിക്കോളാം. വയ്യാതെ കിടക്കുന്ന വിജയലക്ഷ്മിയെ കയറ്റാനുള്ളതല്ല അറയ്ക്കല്ലേ കാറ് എന്നും രാധിക. അത് കേട്ടതും രഞ്ജു ഞെട്ടലോടുകൂടെ രാധികയെ ഒന്ന് തുറച്ചു നോക്കി. രാധിക അമ്മേ, ഇപ്പോൾ പക തീർക്കേണ്ട സമയമല്ല. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എൻ്റെ അമ്മ ഒരു പാവമാണ്. നിൻ്റെ അമ്മ പാവമാണോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, മനസ്സിലായല്ലോ? ഇവിടെ ഒരു കാറുമില്ല, ചെമ്പകശ്ശേരിയിൽ നിന്നെ ഇറക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അമ്മയും രേഖേച്ചും കാറിലോട്ട് കയറ്, ഞാൻ നിങ്ങളെ കൊണ്ടേ അവിടെ ഇറക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞാൻ രഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എന്താ പോരെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ചെമ്പകശ്ശേരിയിലെ വിജയലക്ഷ്മിക്ക് സഞ്ചരിക്കാനുള്ളതല്ല അറയ്ക്കല്ലേ കാറ്, അതുകൊണ്ട് ഞാൻ ആ കാറ് തരില്ല. എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ! എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ അടക്കുന്നുണ്ടല്ലേ പറഞ്ഞത്, ഇരുട്ടായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചെങ്കിലും പോയാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഇങ്ങനെ കരയുക. ഈ സമയം പ്രിയയ്ക്ക് ആകെ ദേഷ്യം വരിക. അമ്മേ, എന്തൊക്കെ വർത്താനം അമ്മ ഈ പറയുന്നത്? എന്തായാലും രഞ്ജുവിനെ ചെമ്പകശ്ശേരിയിൽ എത്തിക്കണം, അതിനൊരേ ഒരു കാറല്ലേ ഇവിടെ ഉള്ളൂ. നീ എന്ത് വേണേലും പറഞ്ഞോ, ഞാനും രേഖയെ ഷിബുവിനെയും കൂട്ടി ഇപ്പോൾ പോകും. ഷിബു ആയിരിക്കും കാർ ഓടിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് കാർ ഓടിക്കാൻ അറിയാമല്ലോ. വേണ്ട, ഞാൻ ഓടിക്കുന്നില്ല, ഷിബു ഓടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ ഇരിക്കുമോ. ഈശ്വര, വല്ലാത്തൊരു കഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചോ എന്തോ.
ആ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ആലോചിക്കണം, അതുകൊണ്ടാണ് നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞത്, അതൊന്നും നീ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജുവിനെ കുറ്റപ്പെടുത്തുക. ഈ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. അബോധാവസ്ഥയിൽ മയങ്ങിക്കിടക്കുക വിജയലക്ഷ്മി ഒന്ന് രക്ഷിക്കാൻ ആര് വരും? വിജയലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ വരും വീക്കെൻഡ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.